പ്രേക്ഷകരെ, ഉടനടി വാർത്ത ഇപ്പം നിൽക്കുന്നത് എൻ്റെ അത്താടെ കൂട്ടത്തിൽ കേട്ടോ. എൻ്റെ കുടുംബ വീടെന്ന് പറയുമ്പം ആ യൂനിസിൻ്റെ വീട് ഇളയ അനിയൻ്റെ വീട്ടിലാണ് ഞാനിന്ന് വന്ന് കേട്ടോ. ഒത്തിരി ദിവസം അത്തായെ കണ്ടിട്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ വേറെ ജോലിക്ക് പോകണം. ആ ജോലിക്ക് പോകുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പം അത്താടെ അരികിൽ ഓടി വന്നതാണ്. അത്താടെ പേര് ഒന്നുകൂടെ പറഞ്ഞത്താ പേര് ഒന്ന് ചിരിയൊക്കെ ചെയ്യുമെന്ന് എന്നതാ പേര് പറയത്താ പേര് പറയാൻ ആ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറയാം. ആ വലൈക്കും അസ്സലാം. അപ്പം അത്താക്ക് എത്ര വയസ്സുണ്ട് അത്താ? 90 വയസ്സുണ്ട് കേട്ടോ. 90 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം അത്താ ഇപ്പം വലുതായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. മറ്റേ സമയം പിന്നെ അത് നടക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് വീട്ടിൽ കുഴപ്പമില്ല, നടക്കും. പക്ഷേ പള്ളികളിലൊന്നും സ്ഥിരമായിട്ട് 5 വക്കത്ത് പള്ളിയിലും പോയിക്കൊണ്ടിരുന്നതാണ്. പള്ളിയിൽ ഒരു ഇതിന് പോലും പോകാതിരുന്ന അത്തയാണ്. ഞാൻ പൊക്കി പറയുമൊന്നുമല്ല. ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച, ദീനീയ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അത്ത ചെയ്തിട്ടില്ല. എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഏതാണ്ടൊരു 3 വർഷം കഴിയുന്നു. അപ്പം ഞങ്ങളതുപോലെ സ്വരമയോടുകൂടി ജീവിക്കുന്നു. അപ്പം ഞങ്ങൾ 8 പേരാണ്. എൻ്റെ 4 ആൺപിള്ളേരും 4 പെണ്ണും. ഓക്കെ. അപ്പം പെണ്ണിനെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തതേ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തുക. എൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുക കേട്ടോ. അപ്പം എൻ്റെ ഏറ്റവും മൂത്ത 2 പെൺപിള്ളേരുണ്ട്. ഒന്ന് ഷെരീബ ബീവി, ഷെരീബാബിയുടെ ഭർത്താവിൻ്റെ പേര് ഷാവുൽ ഹമീദ്, എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നു. രണ്ടാമത്തെ റംല ബീവി, രണ്ടാമത്തെ എൻ്റെ മൂത്താണ്. റംലാബിയുടെ ഭർത്താവ് ബഷീർ. അപ്പം ഇവർ ചുങ്കപ്പാറ സിറ്റിയിൽ ഒരു ഹോട്ടൽ നടത്തുന്നു. അപ്പം 3ാമത്തെ ആളാണ് ഞാൻ. പിന്നെ 4ാമത്തെ ആളിങ്ങനെ പോയി കഴിഞ്ഞാൽ 4ാമത്തെ ആൾ അസീസ് ചുങ്കപ്പാറ, എല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ ജില്ലാ വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പം അതുകൂടാതെ മുസ്ലിം ലീഗിൻ്റെ റാന്നി നിയോജകമണ്ഡല ട്രഷററാണ്. അപ്പം എൻ്റെ ഭാര്യയുടെ പേര് സബീന MS. അപ്പം രണ്ടാമത്തെ എൻ്റെ അനിയൻ്റെ പേരാണ് അസീസ് ചുങ്കപ്പാറയുടെ വൈഫിൻ്റെ പേര് റംല ബീവി. ഇപ്പം റിട്ടയർഡ് സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്തിലെ സെക്രട്ടറി ആയിരുന്നു. ഏതാണ്ട് 10-26 വർഷം ഗവൺമെൻറ് തലത്തിൽ ജോലിയായിരുന്നു പഞ്ചായത്തിൽ. അപ്പം റിട്ടയർഡായി, കഴിഞ്ഞ ദിവസമാണ് റിട്ടയർഡായത്. അപ്പോൾ അതിൽ പിന്നെ അൻസാരിയാണ്. പിന്നെ അൻസാരിയുടെ ഭാര്യ ഇപ്പം മസ്കറ്റ് ജോലിയാണ്. ഏതാണ്ട് വർഷങ്ങളായിട്ട് മസ്കറ്റിൽ തന്നെ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അവരുടെ ഫാമിലി അവിടെ സെറ്റിലാണ്. അപ്പം അതുകൂടാതെ അടുത്തത് എൻ്റെ സബിയത്തെന്ന് പറഞ്ഞ പെങ്ങളാണ്. ആ പെങ്ങൾ ചങ്ങനാശ്ശേരിയിൽ. ഹസ്ബൻഡിൻ്റെ പേര് മുഹമ്മദ് സാലി. അപ്പം അതുകൂടാതെ അടുത്തത് ഷീജ എന്ന് പറയുന്ന ആൾ ചാമ്പതാരിൽ താമസിക്കുന്നു. ഹസ്ബൻഡ് ഷെഫീക്ക്. അപ്പം അടുത്തത് യൂനിസ്. അപ്പോൾ യൂനിസ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ ഈ സിറ്റ് ഔട്ടിലാണ് ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യൂനിസിന് എരുമറ്റൂർ ഗവൺമെൻറ് സ്കൂളിൽ ജോലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം എർത്തുവടകര സ്കൂളിൽ ഒരു നിയമനം ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ 8 പേരുടെ ഡീറ്റെയിൽസ് കേട്ടല്ലേ. മക്കളും ചെറുമക്കളൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് പറയുന്ന സമയം ഒത്തിരി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വരമയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. എൻ്റെ അത്തായെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി അത്ത സലാം പറഞ്ഞു. വീണ്ടും അത്തായുടെ ഒരു കൈയും കാണിച്ചൊരു സലാം കൂടെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒരു കൈ പറഞ്ഞ് സലാം, അത്തായെ അറിയാവുന്ന ഇഷ്ടം എല്ലാവരും സലാം മടക്കുക. സലാമെന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്, നന്മ ഉണ്ടാകട്ടെ എന്നാണ് മലയാളത്തിൽ. ഓക്കെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.